തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലേക്ക് മരം വീഴ്ചയും മണ്ണിടിച്ചിലും തുടർക്കഥയായിട്ടും ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാൻ തയ്യാറാകാതെ വനം പൊതുമരാമത്ത് വകുപ്പുകൾ. സംസ്ഥാന പാതയിലെ അപകടഭീതി വിതയ്ക്കുന്ന മരങ്ങൾ വെട്ടിനീക്കാനുള്ള നടപടിയാണ് ഇഴയുന്നത്. ജില്ലാ ആസ്ഥാനത്തേക്കുൾപ്പെടെ നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് അധികൃതരുടെ അനാസ്ഥ. മഴക്കാലത്തും അല്ലാത്തപ്പോഴും രാപകൽ വ്യത്യാസമില്ലാതെ മരം വീഴ്ചയും ഗതാഗത തടസ്സവും തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ പതിവ് സംഭവമാണ്. അറക്കോളത്തിൽ നിന്ന് തുടങ്ങുന്ന 12 ഹെയർപിൻ വളവുകളടങ്ങിയ ചുരവും ഇടുക്കി വനത്തിലൂടെ കടന്നുപോകുന്ന ഭാഗവുമാണ് സ്ഥിരം അപകട മേഖല. ഇവിടങ്ങളിൽ പാതയ്ക്ക് ഇരുവശവും നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴും. ഒപ്പം മണ്ണിടിച്ചിലും ഉണ്ടാകും. ഇതുമൂലം വഴിയിൽ കുടുങ്ങുന്ന വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ രൂപപ്പെടും. മൂലമറ്റം, പൈനാവ് എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പലപ്പോഴും മണിക്കൂറുകൾ എടുക്കും. 2018 പ്രകൃതി ദുരന്തത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം ദിവസങ്ങളോളം മുടങ്ങിയിരുന്നു. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിനീക്കണമെന്ന പരാതിക്ക് ഏറെക്കാലം പഴക്കമുണ്ട്. അപകട ഭീഷണിയുള്ള മരങ്ങളെ മുറിച്ചു മാറ്റുവാനുള്ള നടപടിയൊന്നും ഇതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു നിവേദനം കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ അടിയന്തരമായ നടപടിയെടുത്ത് ഈ മഴക്കാലത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായി തൊടുപുഴ പുളിയൻമല സംസ്ഥാന ഹൈവേയുടെ മൺതിട്ടകളിൽ നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റാനും അതുവഴി ആയിരക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന റോഡിലൂടെയുള്ള യാത്ര അപകടം ഇല്ലാതെയാക്കി തീർക്കുവാനും ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നാണ് പറയുവാനുള്ളത്. തൊടുപുഴയിൽ നിന്ന് കുളമാവ് വരെയുള്ള ഭാഗം പൊതുമരാമത്ത് വകുപ്പിന്റെയും തുടർന്ന് പൈനാവ് വരെ വനം വകുപ്പിന്റെയും അധീനതയിലാണ്. അപകടകരമായ മരങ്ങൾ അതത് വകുപ്പുകളുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റണമെന്ന ജില്ലാ കളക്ടർ പല പ്രാവശ്യം ഉത്തരവിറക്കിയിരുന്നെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ല. ഓരോ മഴക്കാലത്തും മരം വീണുള്ള അപകടങ്ങളും അധികൃതരുടെ വാഗ്ദാനങ്ങളും തുടർന്നതൊഴിച്ചാൽ സംസ്ഥാന പാതയ്ക്ക് ഭീഷണിയായി മാറിയിട്ടുള്ള മരങ്ങൾ പൂർണ്ണമായും ഇനിയും വെട്ടിനീക്കിയിട്ടില്ല. ഇത്തവണയെങ്കിലും ഇതിനൊരു പരിഹാരമുണ്ടാകണമെന്നാണ് ഉയരുന്ന പൊതു ആവശ്യം. ക്യാമറമാൻ റൈസൻ DS രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.